നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങളുടെ ഫിയറിൽ നിന്നും ഇമോഷൻസിൽ നിന്നും നിങ്ങൾ എസ്കേപ്പ് ആകാൻ നോക്കുന്നത്, അത്രത്തോളം അത് നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെല്ലാവരും മാക്സിമം ഫിയർ അവോയ്ഡ് ചെയ്യാനേ നോക്കുള്ളൂ ലൈഫിൽ നിന്ന്, അല്ലേ? ബട്ട് ഇതൊരിക്കലും ഫിയർ മാറ്റാനുള്ള ഒരു സൊല്യൂഷൻ അല്ല. അതായത് നമ്മളെപ്പോഴും ഫിയർ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇമോഷനിൽ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു തോട്ട് വരും, നമ്മൾ ഡേഞ്ചർ സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഇത് ഫിയർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്, ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു, അങ്ങനത്തെ ഒരു തോട്ട് എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിനിൽ വരും. അതേസമയം നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനത്തെ സിഗ്നൽ റീവയർഡ് ആവും. അതായത് ഇത് നമ്മൾ ഉദ്ദേശിച്ചത്ര ഡേഞ്ചർ അല്ല, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ സർവൈവ് ആയി, എനിക്ക് ഇതുകൊണ്ടൊരു പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, സോ അത് ഇനിയും നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫിയർ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ലൈഫിൽ ഫിയർഡ് സിറ്റുവേഷൻസും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെൻ്റൽ ടഫ്നെസ് അവിടെ പതിയെ ബിൽഡായി വരും. അങ്ങനെ നമ്മുടെ ലൈഫിലെ ഇമോഷൻസും ഫിയേഴ്സും നമുക്ക് സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും.